അരുണാചൽ പ്രദേശിലേക്കുള്ള യാത്രയുടെ 4ാമത്തെ ദിവസമാണ്. ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ ഡിറാങ്ങിലോട്ട് പോകുന്നത്. ഇപ്പൊ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നവൻ ഒരു സൗത്ത് ഇന്ത്യക്കാരനാണ്, പക്ഷെ അവനൊരു അക്ഷരം മിണ്ടാത്ത ഒരുത്തനാണ്. അത് കഴിഞ്ഞ് മലയാളം സംസാരിക്കുന്ന ഒരു ബായിനെ കിട്ടി. പിന്നെ അവനോട് കഥ പറഞ്ഞിരിക്കലായിരുന്നു ബാക്കി സമയം. പോകുന്ന വഴിക്ക് ഒരു വാട്ടർഫാൾ കണ്ടു, ഞങ്ങളോട് വണ്ടി നിർത്തി. അങ്ങനെ 5 മണിക്കൂർ യാത്രക്ക് ശേഷം നമ്മളിപ്പോ ഡിറാങ്ങിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന സ്ഥലമാണ് ഡിറാങ്. ഇവിടുന്ന് ഏകദേശം ഒരു 6 മണിക്കൂറോളം യാത്ര വരുന്നുണ്ട് തവാങ്ങിലോട്ട്. ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാന് ഇവിടെ ഒരു റൂം എടുക്കലാണ്. ഇവിടെ റൂമിനൊക്കെ ഒരു ആവറേജ് റേറ്റ് ആണ്. നമുക്കൊരു 700 രൂപക്ക് റൂം അവൈലബിൾ ആണ്. ബോർഡർ ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് മിലിറ്ററി വെഹിക്കിൾസ് ആണ് ഇതുവഴി പാസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ കാണുന്ന ബിൽഡിങ്ങിൽ ഞങ്ങളൊരു റൂം കണ്ടുപിടിച്ചു. അങ്ങനെ ബാഗൊക്കെ റൂമിൽ വെച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. നല്ലൊരു റെസ്റ്റോറന്റ് ആണ് ഇപ്പൊ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു. ഞങ്ങളിപ്പോ ഒരു റൊട്ടിയും ചിക്കൻ കറിയുമാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ ഓർഡർ കൊടുത്തതിന് ശേഷമാണ് ഇയാൾ റൊട്ടിയും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ തുടങ്ങിയത്. 10 മിനിറ്റ് ആണ് ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. വേറെ സഹായത്തിനൊന്നും ആളുകളില്ല. ഇയാൾ മാത്രമാണ് ഇപ്പൊ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഏകദേശം ഒരു 6 റൊട്ടി ഉണ്ടാക്കി. ചിക്കൻ ഫ്രഷ് ചിക്കൻ അല്ല, അവർ ഓൾറെഡി വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ട്. അപ്പൊ അതെടുത്ത് അതിലോട്ട് മസാല ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 10 മിനിറ്റ് അല്ല, ഒരു 20 മിനിറ്റ് കൊണ്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും റെഡിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റും ഉണ്ട്.